കിട്ടുന്നു. അയാളെ ദർബാറിൽ കൊണ്ടുവരുന്നു. അയാളോട് നിങ്ങൾ ആ മരുന്ന് തരാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ മറുപടി പറയുന്നു, ഹാറൂൺ റഷീദെ, നിന്റെ ജീവൻ രക്ഷിക്കാനാണ്, നിന്റെ മൂത്രം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ എന്ത് ചെയ്യണമെന്നറിയോ? നീ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപ്രദേശത്തിന്റെ രാജ്യത്തിന്റെ പകുതി എനിക്ക് തന്നാലല്ലാതെ ഞാൻ എന്താക്കൂല, ആ മരുന്ന് നിങ്ങൾക്ക് തരൂല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പരമാധികാരിയായ നിങ്ങൾ ഹാറൂൺ റഷീദ് തിരുമനസ്, രാജ്യത്തിന്റെ പകുതി കൊടുത്താലാ മരുന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പകുതി കൊടുക്കോ? ഹാറൂൺ റഷീദ് പറഞ്ഞു, ഞാൻ കൊടുക്കും. ആരും മൂത്രം പുറത്തു പോയില്ലെങ്കിലുള്ള അവസ്ഥ അതല്ലേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്നിട്ടോ ഹാറൂൺ റഷീദ് ചക്രവർത്തിയോട് പറയാണ്, ഇനി ആ വെള്ളം നിനക്ക് വല്ലാതെ ദാഹിക്കുകയാണ്. ഈ ദാഹിക്കുന്ന സമയത്ത് നീ ദാഹിച്ച് വലഞ്ഞ് മൂത്രം പുറത്തേക്ക് പോകാത്തതിന്റെ പേരിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ മൂത്രം പുറത്തു പോകാത്തതിന്റെ പേരിൽ പകുതി രാജ്യം അതിന്റെ മരുന്നിന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞു. ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, ഇനി ബാക്കി പകുതി രാജ്യോ? നീ ദാഹിച്ച് വലഞ്ഞ് കടാപ്പാട് പെട്ട് നിന്റെ രാജ്യത്ത് വരൾച്ച അനുഭവപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെയും വെള്ളമില്ലാത്ത സമയത്ത് നീ അറിയാണ്, രാജ്യത്തിന്റെ ഭരണപ്രദേശത്തിന്റെ ബൗണ്ടറിയുടെ എവിടെയോ ഉള്ളിൽ ഒരാളുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അയാളെ വിളിച്ചു വരുത്തി ആ വെള്ളം ചോദിച്ചു. അയാൾ പറഞ്ഞു, രാജ്യത്തിന്റെ പകുതി തന്നാൽ എന്റെ കയ്യിലുള്ള വെള്ളം ഞാൻ തരാം. എന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ കൊടും വേനലിൽ ഞാൻ കരുതി വച്ചിരിക്കുന്നതാണ്. ഈ രാജ്യത്ത് വേറെ വെള്ളത്തിന്റെ തുള്ളിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഹാറൂൺ റഷീദ് ഇബ്നു സമ്മാക്ക് ചോദിക്കുകയാണ്, ബാക്കി പകുതി കൊടുക്കാൻ തയ്യാറാണോ? ഹാറൂൺ റഷീദ് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന്റെ പേരിൽ മൂത്രം ബ്ലോക്കായിട്ട് ബ്ലാഡറിൽ നിന്ന് പുറത്തു തള്ളാത്തതിന്റെ പേരിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ആ മൂത്രം പുറത്തു പോകാനുള്ള മരുന്നിന് വേണ്ടി, വൈദ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ രാജ്യത്തിന്റെ പകുതി ഒരാൾക്ക് കൊടുത്ത്, പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി പകുതി മറ്റൊരാൾക്ക് കൊടുത്ത്, അവസാനം എന്റെ ജീവൻ നിലനിർത്തി രണ്ടാലൊരാളുടെ ഭരണത്തിന്റെ കീഴിൽ ഒരു പ്രജയായി ഞാൻ കഴിഞ്ഞുകൂടും. അപ്പൊ ഇബ്നു സമ്മാക്ക് ചോദിച്ചു, ശരിയല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഈ എന്തും കൊടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന്റെ പേരിൽ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നു? എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? ദാഹജലമായി എത്ര ലിറ്റർ വെള്ളം നിന്റെ ഉദരത്തിലേക്ക് എത്തപ്പെടുന്നു, നിന്റെ ശരീരത്തിന്റെ നാഡിനരമ്പുകളെ നനയ്ക്കുന്നു, നിന്റെ പരവേശം തീർക്കുന്നു? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ? ആരാണ് അതിമനോഹരമായി നിന്റെ ശരീരമാകുന്ന കായപ്പുരിക്കോട്ടയെ ഈ രീതിയിൽ സജ്ജീകരിച്ചത്? ആകാശലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്തായ ഏകഛത്രാധിപതിയായ അല്ലാഹുവിന്റെ കമാലിയത്ത്, ഖുദ്റത്ത്, വഹ്ദാനിയത്ത് എല്ലാം സമ്മേളിക്കുന്ന ആ റബ്ബെന്താണോ ആ റബ്ബല്ലേ? എന്നിട്ട് ആ റബ്ബിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്തോ? അപ്പൊ നമ്മൾ ചിന്തിക്കുക,